ഹലോ ഗൈസ്, ട്രാവൽ വിത്ത് റിവെൻസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ആദ്യത്തെ വീഡിയോ. അപ്പം അതിൻ്റെതായ അതെ, പോരായ്മകൾ ഉറപ്പായിട്ടും കാണും, ഒരുപാട് കാണും. അതെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രാവൽ ബ്ലോഗ്സ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പറ്റുന്നത്ര നമ്മൾ നല്ലൊരു വോയിസ് എന്താ പറയാ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പൊ നല്ല ലൈവായിട്ടാണ് നമ്മൾ വോയിസുകൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അത് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നല്ലൊരു മൈക്ക് വേണം. നമ്മൾ ഓൾറെഡി മൈക്ക് പർച്ചേസ് ചെയ്തു, അത് അൺബോക്സ് ഒക്കെ ചെയ്തു. നമ്മുടെ ഇൻട്രോ നമ്മൾ ലാസ്റ്റ് ആണ് എടുക്കുന്നത്. കാരണം നമ്മള് മൈക്ക് അൺബോക്സ് ചെയ്തു, അത് വെച്ച് നമ്മുടെ വോയിസ് ക്ലാരിറ്റി എല്ലാം നോക്കിയിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. കാരണം ഇൻട്രോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ ഇൻട്രോ കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ പണ്ടാരോ പറഞ്ഞത്, അല്ലേ? അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക, അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ട് നമുക്ക് ചടങ്ങിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിതിന്റെ ഒരു അൺബോക്സിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയ ഇല്ല, ധാരണ ഇല്ല, അല്ലേ? ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ചാനലാണ്. അപ്പൊ അതിന് എന്തായാലും ഒരു അത്യാവശ്യ ഘടകമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ പരിപാടിയിലേക്ക് തുടങ്ങാം. അപ്പം നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കിടക്കാം, അല്ലേ ദീപ? അതെ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. കാരണം ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതിൻ്റെതായ പോരായ്മകൾ ഉറപ്പായിട്ടും കാണും. അതിനകത്ത് ആമസോൺകാർ കാര്യമായിട്ടൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ സാധനം ഒന്ന് കളയരുത്, ബോക്സ് ഒന്നും കളയരുത്, ഡാമേജ് ആകരുത്, തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ എടുക്കൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പിന്നെ നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം. അപ്പം ഇതാണ് നമ്മുടെ മൈക്ക്, നമ്മൾ പറഞ്ഞ മൈക്ക്. എല്ലാവരും കാണാൻ ലൂക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് വയർലെസ് മൈക്രോഫോൺ. അപ്പോൾ ബോക്സ് കുഴപ്പമില്ല, ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്ക് നമുക്ക് പിന്നെ വലിയ ടെൻഷനൊന്നുമില്ല, അല്ലേ? പഠിച്ചോണ്ടിരിക്കുന്നു. വീഡിയോ ഇടുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിലേക്ക് നമ്മളൊരു സംഭവത്തിനെ എത്തിക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്നത്ര ക്വാളിറ്റിയിൽ അതിനെ എത്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ മൈക്ക് മേടിച്ചത്. അത് ഏരി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ പറയാം. സ്ക്രാച്ച് അതിന് സ്റ്റിക്കർ ആയിരിക്കും. എന്താണ് സ്റ്റിക്കർ ആകാൻ തോന്നി തെറ്റത്തില്ല. അപ്പൊ ഗൈസ് പണി കിട്ടി, സ്റ്റിക്കറാണ്. ഇളക്കണോ? നമുക്കൊരു ഫോൺ മേടിച്ചാൽ ഒരു ചീപ്പായിട്ട് സംഭവം കാണാം. നമുക്ക് പിന്നെ നല്ല സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാനാണ്. അപ്പം ആദ്യം ഇതിനകത്ത് ഇതാണ് അപ്പം അടുത്ത നമുക്ക് ബോക്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഇതിപ്പോൾ ഐഫോണിലോട്ട് കണക്ട് ചെയ്യാനുള്ള അതിൻ്റെ ഒരു പിന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫോണിലോട്ട് ഇനി കണക്ട് ചെയ്യേണ്ട സാധനം. അപ്പോൾ നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് ഇത് എങ്ങനെ വർക്കിംഗ് ആവും എന്നുള്ളതൊക്കെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന്. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത്, അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവര് ഇതിനകത്ത് തന്നിരുന്ന ഈ ബുക്കിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്യുന്നത്. റിസീവർ ഉണ്ട്. നമ്മൾ ആ റിസീവർ ഫോണിന്റെ നമ്മൾ പവർ ഇത് കുത്തുന്ന അവിടെ ഇട്ട് നമ്മൾ സി പോർട്ടാണ് വരുന്നത്. നമ്മൾ അവിടെ അത് കണക്ട് ചെയ്യുക. റിസീവർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 2 മൈക്കുണ്ട്. ഒരു മൈക്ക് അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഈ ശബ്ദത്തിന്റെ വേരിയേഷൻ മനസ്സിലാവുന്നുള്ളൂ. ഇപ്പൊ എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത് മനസ്സിലാവുമല്ലോ. കാരണം നേരത്തെ ഇത്ര നേരം നിങ്ങൾ കേട്ടോണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് ഇല്ലാതെ ഉള്ള ശബ്ദമായിരുന്നു. പിന്നെ വളരെ ഈസിയാണ്, വളരെ ഈസി ഇതാണ്. പിന്നെ നമുക്ക് പിന്നെ അതെടുക്കുക, ആ ക്ലിപ്പ് മാറ്റി നമ്മുടെ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ കുത്തുക, സംസാരിക്കുക. ഇത്രയേ ഉള്ളൂ പണി. സിമ്പിളാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടൊരു മൈക്കൊക്കെ മേടിക്കാന്ന് പറഞ്ഞപ്പോൾ റോഡിന്റെ ഒക്കെയാണ് കൂടുതലും യൂട്യൂബേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു ഏകദേശം 22,000 രൂപയോളം അതിന് റേറ്റ് വരുന്നുണ്ട്.
ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റാർട്ടേഴ്സ് എന്ന നിലയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2000 രൂപ ഉള്ളൂ ഇതിന്. അതാണ് ഇതിന്റെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മേഖല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. നമ്മള് ഇതൊക്കെ വലിയൊരു എമൗണ്ട് ആണ്. അതെ, നമുക്കൊരു വലിയ എമൗണ്ട് ആണ്. അപ്പൊ ഞങ്ങള് അത്ര വലിയ റിച്ച് ഒന്നുമല്ല. അതെ, പിന്നെ ഒരു ആഗ്രഹത്തിന് പുറത്ത് എല്ലാരും ചാനൽ തുടങ്ങുന്ന കണ്ടപ്പോൾ നമുക്ക് ഒരു കൊതി തുടങ്ങാൻ അങ്ങനെ വന്നതാണ് നമ്മൾ. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ വ്ലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ട്രാവലാണ്. കൂടുതലും നമ്മൾ യാത്രകൾ ചെയ്യുക, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ കാണാത്ത സ്ഥലങ്ങളൊന്നുമല്ല, എല്ലാവരും കാണുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്നിരുന്നാലും നമ്മളെ കൂടെ നിങ്ങളും കാണുമ്പോൾ അത് നമുക്കൊരു സന്തോഷമാണല്ലോ. അതെ, പിന്നെ 2 കുട്ടീസും കൂടെ ഉണ്ട്, അവരുടെ കുറച്ച് കുറുമ്പുകളും. ട്രാവൽ എന്ന് പറഞ്ഞാൽ വെറും യാത്ര മാത്രമായിരിക്കത്തില്ല, നമ്മുടെ ലൈഫിൽ കൂടെ ഉള്ള ഒരു ട്രാവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രാവൽ വിത്ത് ട്രിവേൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ഫൈസലിന്റെയും ദീമയുടെയും ദിയാന്റെയും ദാനിയുടെയും ഒക്കെ കൂടെയുള്ള ഒരു യാത്ര, അതാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ കൂടെ നിങ്ങളും ഒരു ബലമായി സപ്പോർട്ട്. നിങ്ങളാണ് നമ്മുടെ ശക്തി, ഞങ്ങളുടെ ബലം, സപ്പോർട്ട് എല്ലാം പ്രതീക്ഷയിലാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. പ്രതീക്ഷയല്ല. ഒരുപാട് പേർക്ക്, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിൽ കൂടുതൽ പേരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായിരിക്കും. എന്നിരുന്നാലും ചെറിയ രീതിയിലുള്ള വലിയ സപ്പോർട്ട് വേണമെന്നില്ല, ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടൊക്കെ തന്ന് പിന്നെ വിട്ടാ മതി, നമ്മളൊക്കെ ജീവിച്ചു വിട്ടാം. അതെ, ഇപ്പൊ നമ്മള് കാണാത്ത കാഴ്ചകൾ, ഞങ്ങൾ കാണാത്ത കാഴ്ചകൾ ഞങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്. നിങ്ങൾ കണ്ടതായിരിക്കാം, പക്ഷെ ഞങ്ങൾ കാണാത്ത പല കാഴ്ചകൾ അപ്പൊ നിങ്ങളിലേക്ക് എത്തിക്കുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. ഒരുപാട് ട്രിപ്പ് തീം ഏകദേശം ഞങ്ങള് ലവ് മാരേജ് ആണ്, അതിനെ പറ്റിട്ടൊക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ നമുക്കില്ലേ എത്തിക്കാം. അതൊരു വല്ലാത്തൊരു പിന്നെ പറയുന്നില്ല, സസ്പെൻസ് ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ ഒരുപാട് സ്റ്റോറികള്, പിന്നെ നമുക്ക് ദീമ അന്നോട്ടുള്ള ഒരു ആഗ്രഹമാണ് ദീമയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീമയ്ക്ക് യാത്ര മെയിനായിട്ട് ഊട്ടിയിൽ പോകണമെന്നുള്ള യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഗൾഫിലായിരുന്നു, ഞാൻ 5-6 വർഷം ഗൾഫിലായിരുന്നു, ഷാർജയിലായിരുന്നു. അപ്പം നമ്മൾ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഒരു കൊറോണ ടൈമിലൊക്കെയാണ് നാട്ടിലേക്ക് എത്തിയത്. അപ്പം നമ്മൾ ഷോപ്പൊക്കെ തുടങ്ങി, ഒരു ചെറിയ ഷോപ്പുണ്ട്. ഓക്കെ, ഇങ്ങനെ പോകുന്നു. എല്ലായിടത്തും കാണുമല്ലോ കുറച്ച് പ്രശ്നങ്ങൾ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഷോപ്പിനുമുണ്ട്. ചില ആളുകൾ അങ്ങനെയാണല്ലോ. അപ്പം കുഴപ്പമില്ല എങ്കിലും അപ്പൊ നമ്മൾ അതിന്റെ കൂടെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോഴും ഞാനൊരു വർഷങ്ങൾക്ക് മുന്നേ പ്ലാൻ ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അമ്പു, അപ്പൊ അവനാണ് നമ്മുടെ പ്രൊഫൈലൊക്കെ ഡിസൈൻ ചെയ്യുന്നത്, അമ്പുരാജ് എന്നാണ് അവന്റെ പേര്. അപ്പം ഞാനും അവനും കൂടെ ഞാനൊരു ബൈക്കൊക്കെ വാങ്ങിച്ചു, അവൻ്റെ ഒരു ഹീറോയുടെ ഇത് മറ്റേ ഗോപ്രോ മേടിച്ചു. നമ്മൾ മേടിച്ചിട്ട് നമ്മൾ ഒരു 1 ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവസാനം എല്ലാം ചീറ്റിപ്പോയി, ഒന്നും നടന്നില്ല. അവസാനം വണ്ടി കയറി, ഫ്ലൈറ്റ് കയറി ഗൾഫിലെത്തി. അതെ, അവസാനം ഗൾഫിൽ പോയി. പിന്നെ കൊറോണ കാരണം തിരിച്ചു വന്നു. പിന്നെ യാത്രയൊന്നും പറ്റില്ല, മക്കളൊക്കെ ആയി. അറിയാലോ, പ്രാക്ടിക്കലി നമ്മൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിൾ ഒന്നുമല്ല. ഈവൻ ഇതുപോലും വാടക വീടാണ്. അപ്പൊ അതുകൊണ്ടാണ് പൂർണ്ണമായിട്ടൊന്നും കാണിക്കാതെ അതിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഏരിയയിൽ വന്നിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറച്ച് അപ്പൊ നമ്മൾ കാണാത്ത പല കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുക. നിങ്ങളും അത് കണ്ട് ആസ്വദിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അല്ലേ വിശ്വസിക്കുന്നു. കൂടുതലും നാച്ചുറൽ ആയിട്ട് നിൽക്കാനേ നമുക്കറിയാവൂ. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ കാണിക്കാനേ ഞങ്ങൾക്കറിയാവൂ. പിന്നെ ഈ ഇച്ചിരി ഡീസൻസി എന്ന് പറയുമ്പോൾ ചിലപ്പോ സംസാരമൊക്കെ കുറച്ച് ലോക്കലായിട്ട് തോന്നും. പിന്നെ ഒരുപാട് വെറുപ്പിക്കാതിരിക്കാൻ നോക്കാം, കാരണം നമുക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. ഉള്ളത് എങ്ങനെയാണോ അത് അതുപോലെ നിങ്ങൾ കാണും. ആകെ ആ ഒരു കുറവ് മാത്രമേ നമ്മുടെ ചാനലിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അതെ, അടുത്ത ഒരു ട്രാവൽ വീഡിയോ വരുന്നുണ്ട്, സീരീസ് വരുന്നുണ്ട്, ട്രാവൽ സീരീസ് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി കുറെ വർക്കുകളുണ്ട്. അപ്പൊ അതിന്റെയും കുറെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാം. നമ്മുടെ കാറിന്റെ കുറച്ച് വർക്കുകളുണ്ട്. അപ്പൊ അടുത്ത എപ്പിസോഡുകൾ അതായിരിക്കും. അപ്പൊ കൂടുതൽ ഇനി കഥകൾ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ അപ്പുറത്തൊരു ബെൽ ബട്ടൺ വരുന്നെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ അടുത്തടുത്ത വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ. ബൈ.